കപ്പൽ ദുരന്തത്തെ തുടർന്നുണ്ടായ കണ്ടെയ്നർ വിഷയം മത്സ്യബന്ധന മേഖലയിൽ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. യന്ത്രവൽകൃത ബോട്ടുകൾ സ്ഥിരമായി മത്സ്യബന്ധനം നടത്തിയിരുന്ന സ്ഥലത്താണ് കപ്പൽ അപകടം നടന്നത്. ഇതിനെ തുടർന്നാണ് 20 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യബന്ധനത്തിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. കടലിലൂടെ ഒഴുകി വന്ന കണ്ടെയ്നർ അടിച്ച് നിരവധി ബോട്ടുകളുടെ പ്രൊപ്പലറുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഇതോടൊപ്പം വലകളും റോപ്പുകളും നഷ്ടപ്പെട്ടതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ട്രോളിംഗ് നിരോധനവും കൂടി വന്നതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്നോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ ന്യായമായ നഷ്ടപരിഹാരം വാങ്ങി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ബോട്ടുടമകളുടെ ആവശ്യം. എന്തുകൊണ്ട് മത്സ്യബന്ധന മേഖലയെ വളരെയേറെ തിരിച്ചടിക്കുന്ന ഒരു നടപടിയായി പോയി ഈ കപ്പൽ അപകടം എന്ന് പറയുന്നത്. അത് ബന്ധപ്പെട്ട ഈ സർക്കാർ സംവിധാനങ്ങൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഈ മത്സ്യബന്ധന മേഖല പ്രവൃത്തി ഈ കാലയളവിൽ മത്സ്യത്തിൻ്റെ വില ലഭിക്കുന്നില്ല. മത്സ്യത്തിന് ന്യായവില പോലും നമുക്ക് ലഭിക്കുന്നില്ല. കാരണം ഈ ജനങ്ങളുടെ ആശങ്ക കാരണം മത്സ്യം സ്വാഭാവികമായി വാങ്ങാതെ വരുന്നൊരു സാഹചര്യം വന്നപ്പം നമുക്ക് മത്സ്യത്തിൻ്റെ വിലയും ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു വലിയ നഷ്ടം നമ്മൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല വീണ്ടും ട്രോളിംഗ് നിരോധനത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഈ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മത്സ്യബന്ധന മേഖലയ്ക്ക് മൊത്തത്തിൽ ഇത് കപ്പൽ കമ്പനിയുടെ കയ്യിൽ നിന്നായാലും ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നായാലും ന്യായമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാൻ ഗവൺമെന്റ് മുന്നിട്ട് വരണമെന്നും അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സഹായമാക്കി ഈ നഷ്ടം പരിഹരിക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റണമെന്നാണ് നമുക്ക് പറയാം. ട്രോളിംഗ് ബോട്ടുകൾക്ക് 52 ദിവസത്തേക്കാണ് മത്സ്യബന്ധനത്തിന് നിരോധനമുള്ളത്. 3700ഓളം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകില്ല. അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾക്ക് നിരോധനത്തിന് മുന്നേ തീരം വിട്ടുപോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ട്രോളിംഗിന് മുൻപുള്ള ആഴ്ചകളിൽ കനത്ത മഴയും കപ്പൽ അപകടവും മൂലം മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതിനാൽ 52 ദിവസത്തിൽ നിന്ന് അവസാന 10 ദിവസമെങ്കിലും ഇളവ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യവും ബോട്ടുടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുമ്പോൾ കേടുപാടുകൾ സംഭവിച്ച മത്സ്യബന്ധനോപാധികൾക്ക് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നത്. സി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.